പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പൊളിച്ചടുക്കി ബി.ജെ.പി. 2020 കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. 2019 മരിച്ച അരുൺ ജെയ്റ്റ്ലി എങ്ങനെയാണ് 2020 ഭീഷണിപ്പെടുത്തുമെന്ന് ബി.ജെ.പി. ചോദിച്ചു. രാഹുലിന് ചിത്തഭ്രമമെന്നും പരിഹാസമുണ്ട്. പിതാവിനെ സ്വപ്നം കണ്ടതാകാമെന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലിയും പ്രതികരിച്ചു. I remember when I was fighting the farm laws, and he's not here anymore, so really I shouldn't say it, but I will. And Arun Jaitley ji was sent to me to threaten me. And he said, you know, if you carry on down this path, opposing the government, fighting us on the farm laws, we will have to act against it. I looked at him and said, I don't think you know who you're talking to. I don't think you have an idea who you're talking to. Because we are Congress people. We're not cowards. We're not going to bend. The British couldn't bend us. The superpower couldn't bend us. Who the hell are you? എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പ്രതിപക്ഷ നേതാവിന്റെ ചില വാക്കുകളെല്ലാം പൊളിച്ചെടുക്കുന്നതാണ് ബി.ജെ.പിയുടെ ഏറ്റവും പുതിയ പ്രതികരണം എന്ന് പറയുന്നത്. കാരണം അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നല്ലോ രാഹുലിന്റെ പരാമർശം. പക്ഷേ 2019 അദ്ദേഹം മരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് 2020 ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ബി.ജെ.പി. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ദേവിക, ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നിയമവിഭാഗം ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇവിടെ രാഹുൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന കൂട്ടത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അതായത് 2019 ഓഗസ്റ്റ് 23 കേന്ദ്ര ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നു. 24 അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. 2020 സെപ്റ്റംബറിലാണ് കേന്ദ്രം കാർഷിക നിയമം പാസ്സാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞതനുസരിച്ച് ഈ 2019 മരിച്ച അരുൺ ജെയ്റ്റ്ലി 2020 പാസാക്കിയ നിയമത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ വിളിപ്പിച്ചു എന്നുള്ളതാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിൽ നിന്നും പിന്മാറണം, ഇല്ലെങ്കിൽ ജയിലറയ്ക്കുള്ളിലേക്ക് അടയ്ക്കുമെന്നുള്ളതും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു എന്ന് രാഹുൽ പറയുന്നു. മാത്രമല്ല, ഇതിന് മറുപടിയായി താൻ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ വിചാരിക്കാത്തത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ട് നടക്കാത്തതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് രാഹുൽ താൻ മറുപടി പറഞ്ഞത് എന്നുള്ളത് ഈ വേദിയിൽ രാഹുൽ പറയുകയുണ്ടായി. ഇതാണിപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിലാകെ ചിരി പടർത്തിയിരിക്കുകയാണ്. ഈ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹിത് ജെയ്റ്റ്ലി ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സിൽ ഒരു ട്വീറ്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ മരണപ്പെട്ട ആത്മാക്കളുമായി സംസാരിക്കുന്നത്, രാഹുൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ തന്നെ മനോഹർ പരീക്കറുമായി ബന്ധപ്പെട്ട് സമാനമായ ആരോപണങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നുവെന്നും ഈ രോഹിത് ജെയ്റ്റ്ലി എക്സിൽ കുറിച്ചു. ഈ കോൺഗ്രസിന് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ഈ സഭയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഈ രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, പക്വതയില്ലാത്ത പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പരേതാത്മാക്കളുമായി സംസാരിക്കുന്ന തരത്തിൽ രാഹുൽ പറയുന്നത് അത് ചിത്തഭ്രമമാണ് എന്നുള്ളതാണ് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത്. കിരൺ റിജിജു അടക്കം വ്യക്തമാക്കി. ഈ രാഹുൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി ബോംബുകൾ പൊട്ടിക്കുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ രാഹുൽ പൊട്ടിച്ചത് നുണയുടെ ബോംബുകളാണ് എന്നുള്ളതാണ് കിരൺ റിജിജു അടക്കമുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുലിന് ചിത്തഭ്രമം എന്നുള്ള ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും രാഹുലിൻ്റെ ഈ പരാമർശം ഈ സമൂഹത്തിൽ ചിരി പടർത്തി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ദേവിക. ശരി നന്ദൻ.